വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ മറ്റൊരു സർവൈവൽ സീരീസ് എപ്പിസോഡുമായിട്ടാണ്. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മൈനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയം 12 അയൺ മൈൻ ചെയ്ത് കിട്ടി. പിന്നെ രാത്രി ആയായിരുന്നു, ഇച്ചിരി താമസിച്ച്. ഒരു സ്കെലട്ടൻ അവിടെ എന്നെ നോക്കിക്കൊണ്ട് വട്ടമിട്ട് വറക്കുക. അപ്പം ആ സ്കെലട്ടനെയും കൊല്ലണം. അതിനു മുമ്പേ എൻ്റെ ഈ കയ്യിൽ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇത് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഈ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. ഇനിയിപ്പം സ്കെലട്ടനെങ്ങാനും അടിച്ച് കൊല്ലുവാണെങ്കിൽ സാധനങ്ങളെല്ലാം പോകും. അതുകൊണ്ട് അപ്പം ഫർണേസിനകത്തേക്ക് ഈ അയൺ സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. അപ്പം എല്ലാവരും അങ്ങോട്ടത്ത് ബ്ലോക്ക് വല്ലതും ഉണ്ടോ? അണ്ടർ സൈറ്റ് അണ്ണൻ എന്നെ കാണുവാണെങ്കിൽ 2 ബ്ലോക്ക് ഓക്കെ. ചത്തു, സക്സസ്ഫുള്ളി ചത്തിരിക്കുന്നു. എല്ലാ സാധനങ്ങളും പോയി. ഇത്തവണ ഇനിയിപ്പോൾ എങ്ങനെ ആയിരിക്കും എന്തോ. ഓരോ തവണ ഓരോരോ ഹിറ്റ്. പിന്നെയും വളി എക്സ്പി ഒക്കെ പോണ ഓക്കെ. ഒരെണ്ണം കണ്ടു. 6 മോഷനിൽ പോയി നോക്കാം. എന്നാലും ഒരെണ്ണം പിടിക്കും. പിന്നെ ചത്തു. അണ്ണൻ എൻ്റെ അണ്ണൊന്നും ചാവുന്നില്ലല്ലോ. ഇമോർട്ടലാണോ? ഓക്കെ, കൊന്നിട്ടുണ്ട്. സാധനങ്ങളൊക്കെ എടുക്കണം. ഒരു ലെതറിൻ്റെ ഇത് കിട്ടി. ലെതറിൻ്റെ ഹെൽമെറ്റ്, കുറച്ച് ചീട്, ലീഷ്, ബ്ലോക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു വീറ്റ് ഫാമാണ്. പിന്നെ ഈ ഒരു പശുവിനെ പിടിച്ച് ഇതിനകത്തേക്കും കയറ്റണം. അതിന് ലീഷ ഉണ്ടോ? അല്ല, ലീഷ ഉണ്ടായിരുന്നു കയ്യിൽ. ഇപ്പം ലീഷ എടുത്ത് കൈ പിടിച്ച്. പശു എവിടെ? പശു ഗൈസ്, ഒരു പശുവിനെ എങ്ങനെയും തപ്പട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, നമുക്ക് പശുവിനൊന്നും കിട്ടുന്നില്ല. ആദ്യമേ നമുക്ക് വീറ്റ് ഫാമിന് വേണ്ടിയിട്ട് കുറച്ച് ഇതൊക്കെ ഒന്ന് സീഡൊക്കെ ഒന്ന് എടുക്കണം. അതിനു മുമ്പേ കുറച്ചുകൂടെ എളുപ്പത്തിലുള്ള ഒരു വഴിയുണ്ട്. വാട്ടർ ബക്കറ്റില്ലേ, അതുണ്ടാക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഫർണേഴ്സായിട്ട് ഞങ്ങൾക്ക് ഓക്കെ.
ഇപ്പം ഒരു ബക്കറ്റ് ഓക്കെ, ബക്കറ്റ് ഉണ്ടാക്കി. ഇപ്പം ഇതിനകത്തേക്ക് അവിടെ നിന്ന് വെള്ളം എടുത്തോട്ട് വരണം. വെള്ളം എടുക്കണമെങ്കിൽ ആ സ്വാമ്പിലേക്കോ എങ്കിലും ഒരു ബക്കറ്റ് വെള്ളം കിട്ടും, അല്ലെങ്കിൽ ഒരു കുപ്പി. അതുകൊണ്ട് കുറേ ദൂരം പോകണം. പമ്പുണ്ടല്ലോ, ചിലപ്പോൾ അടുത്തായിട്ട് എല്ലാ വില്ലേജും കാണുമായിരിക്കും. അവിടെ ഒരു പശു ഇപ്പുണ്ട്, ഇനിയിപ്പോൾ അതിനും കൂടെ കൂട്ടിക്കൊണ്ട് പോരാം. പശു 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 പശുവിൻ്റെ സൗണ്ട്. ലീഷ് 2 എണ്ണം ഉണ്ടല്ലോ, പോര് എന്നാ. പശു 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 ഇനിയിപ്പോൾ ഇതിനെ അങ്ങോട്ട് എത്തിക്കണം. ലീഷെങ്ങനെ ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോയാൽ ഇതിങ്ങൾ വേറെ വഴിക്കു പോകും. കാരണം പകുതി വഴി എത്തിയിട്ടുണ്ട്. ഈ വാണ്ടരും ഡ്രൈവർ മാത്രം ചെയ്യാനോടിരിപ്പുണ്ട്, ബാക്കി ലാമെല്ലാം ചത്ത്. പശു രാത്രി ആകാറായി ഗൈസ്. ഇതിനെ കേട്ടിട്ട് വേണം എനിക്ക് വീറ്റ് ഫാം ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. പശു ഫെൻസ് പൊട്ടിച്ചില്ലല്ലേ? ഫെൻസ് പൊട്ടിച്ചു. കേറ്. ഇനിയിപ്പം ഫെൻസ് വെച്ചു. ഇത് നിങ്ങൾ അൺലീഷ് ചെയ്യുക. അൺലീഷ്. ഇനിയിപ്പം നേരെ കിടക്കാൻ പോവുക. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ 12ാമത്തെ ദിവസം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം ഈ 12ാമത്തെ ദിവസം വരെ ആയപ്പോഴത്തേക്കും നമ്മൾ ഒരു ഷീപ്പ് ഫാം, കൗ ഫാം, പിന്നെ കുറച്ച് അയൺ മൈൻ ചെയ്തു, ഒരു വീട് വെച്ചു, ഇത്രയൊക്കെ. ഇനി അടുത്തത് ഒരു വീറ്റ് ഫാമാണ് ചെയ്യാൻ പോണത്. അല്ലെങ്കിൽ ഗൈസ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പംകിൻ കണ്ടില്ലേ, ചിലപ്പോൾ വില്ലേജ് കാണും, അപ്പോൾ ഒന്ന് തപ്പിപ്പോകാം. അതിന് മുമ്പ് ഈ കോർഡിനേറ്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കാം. ചാറ്റ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഇടാനാണ്. 18 72 -53 18 72 -53. ഓക്കെ, 18 72 -53. ഓക്കെ, ഇപ്പോൾ ആ വില്ലേജ് ആപ്പിൽ കണ്ടുപിടിക്കണം. നമുക്ക് ആ ദിശയിലേക്കൊന്ന് പോയി നോക്കാം. പംകിൻ അവിടെ, ചിലപ്പോൾ അപ്പുറത്താണോ? ഇവിടെ ഷുഗർ കെയിനൊക്കെ ഉണ്ട്. അവിടെയും പംകിൻ, ചിലപ്പോൾ ഈ കാടിൻ്റെ ഉള്ളിലായിരിക്കും. പല സ്ഥലത്തായിട്ടാ, ഒന്നാ സ്വാമ്പിൻ്റെ അകത്ത്. അയ്യോ, ചാറട്ടെ.
ഷീപ്പൊക്കെ ഉണ്ട്. ആ സൈഡിൽ ഫുള്ള് സ്വാമ്പിൽ വില്ലേജ് കാണാൻ ചാൻസസ് കുറവാണ്. ചിലപ്പോൾ അതിൻ്റെ തൊട്ട് ഇപ്പറേ കാണും. കോഴി ഒരു വില്ലേജ് അപ്പിയറങ്ങ് എത്ര ദൂരം പോകണമെന്ന് തോന്നി. ഒരു കേവൊക്കെ ഉണ്ട്. ഈ വേൾഡിൻ്റെ അകത്ത് ഫുള്ളും കേവാന്ന് തോന്നുന്നു. പോട്ടെ. ഞാനിപ്പോൾ ഒരു സൈഡിൽ കൂടെ അത് പോകുന്നത്. അപ്പോൾ ഇച്ചിരി അങ്ങോട്ടെങ്കിൽ പോകാം. അപ്പുറത്തെ സൈഡിലും സ്വാമ്പ്. ഇനിയിപ്പം ഇങ്ങോട്ടേക്ക് പോവാം. പശു. ഓക്കെ, ഇതിനെ കൊന്നു. നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഫുഡുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളിൽ. ഇനിയിപ്പം വില്ലേജ് അപ്പാർട്ട് സാധാരണ പ്ലെയിൻസിലൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു പ്ലെയിനായിട്ടുള്ളൊരു സ്ഥലം കാടിൻ്റെ നടുക്ക് തന്നെ. അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് സാധാരണ ഇത് കാണാറ്. ഇപ്പം പിന്നെ സ്വാമ്പാന്ന് തോന്നുന്നു. അതെ, പിന്നെയും സ്വാമ്പോ. ഇതിലമഴ അപ്പുറത്തേക്ക് പോകും. പക്ഷെ ഇതിലമഴ അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും. ഷുഗർ കെയിൻ കിട്ടി. ഗൈസ്, ഞാൻ ആ വില്ലേജ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഷുഗർ കെയിൻ അവിടെ ഉണ്ട്. ഈ ഷുഗർ കെയിനൊക്കെ വെച്ചിട്ട് പേപ്പർ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ എൻജൈനിങ് ടേബിളൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ബുക്ക് ഷെൽഫ് വേണ്ടി വരും. ആ ബുക്ക് ഷെൽഫിന് പേപ്പറും വേണം, പിന്നെ ലെതറും വേണം. ഇവിടെ അയ്യോ പോയി. ഇവിടെ ഇഷ്ടം പോലെ ഷുഗർ കെയിൻ ഉണ്ട്. മരം. ഓക്കെ, ഇനിയിപ്പം വില്ലേജ് കപ്പല് കണ്ടിന്യൂ ചെയ്യാം. ഗൈസ്, എനിക്ക് തോന്നുന്നത് ആ സവാന ബയോമിലാണ്. ഇപ്പം തിരിച്ചു നടക്കണം. ഇപ്പോൾ തിരിച്ചങ്ങോട്ടേക്ക് അല്ലട്ടെ. ഗൈസ്, ഞാനിങ്ങനെ വരുമായിരുന്നു. ആ സമയം എന്താ ഒരു നെതർ പോർട്ടലും അവിടെ ആയിട്ട് ഒരു വിച്ച് ഹട്ടും കണ്ടു. നിങ്ങളെ കാണിച്ചുകൊണ്ട് തുറക്കാമെന്ന് വിചാരിച്ചു. 4 ഗോൾഡൻ ക്യാരറ്റ് കിട്ടി. ഓക്കെ, എന്നൊരു ഗോൾഡൻ പിക്കാക്സ്, 2 ഗോൾഡൻ ആക്സ്, ഇത്ര സാധനങ്ങൾ കിട്ടി. ഗോൾഡ് ലോക്ക് ഇല്ല. അവിടെ ആയിട്ടൊരു വിച്ച് ഹട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വിച്ച്, അതെ വിച്ച്. ദൈവമേ, വിച്ച് ഹട്ട്. വിച്ച് കാണിച്ചു തരാം. ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി അടുത്തുനിന്ന് കാണിച്ചു തരണമെങ്കിൽ കണ്ടോളൂ വിച്ചിനെ. ചില സമയങ്ങളിൽ നമ്മൾ ചാകും, ചില സമയങ്ങളിൽ ചാകത്തില്ല. അതുകൊണ്ട് അടുത്തേക്ക് ഒന്ന് ധൈര്യമായിട്ട് കറങ്ങിയടിക്കട്ടെ. പോയിസൺ കിട്ടി. എന്തേ വിച്ച്? അതോ നിൽക്കുന്നു. അവനെ കൊന്നു. റെഡ് സ്റ്റോൺ കിട്ടി. ഹാഫ് ഹാറ്റിൽ നിൽക്കുന്നു. പോയിസൺ പോട്ടെ.
അത് ആ സമയങ്ങളിൽ രീതിയിൽ കയറി നോക്കാം. ചില സമയങ്ങളിൽ ബ്രൂൺ സ്റ്റാൻഡും കാണും, പറ്റുമെങ്കിൽ ബ്രൂൺ സ്റ്റാൻഡ് എടുക്കണം, അങ്ങനെ പലതും. ശേഖരം വില്ലേജ് ആയിട്ട് കാണുന്നു. വിച്ചുകെട്ട് കയറാൻ വഴിയില്ലടി. വഴിയില്ല, ശരിയല്ല, നമ്മൾ വഴി ഉണ്ടാക്കും. ഓക്കെ, വേറൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. പേരും പറഞ്ഞു ഈ സാധനത്തിൻ്റെ. അയ്യോ, മറ്റേ പിക്കാക്സ് എടുത്തില്ല. എന്ന് വെച്ചാൽ പൊട്ടുമോ ഇല്ലെന്ന് വന്നു. ഞാൻ കുറച്ച് കോബിൾ സ്റ്റോൺ ആദ്യം മൈൻഡ് ചെയ്തെടുക്കട്ടെ, എന്നിട്ട് ബാക്കി. അയ്യോ, വെള്ളത്തിൽ ഞാൻ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോയാൽ കുറച്ച് കോബിൾ സ്റ്റോൺ വര ഹാർട്ട് നിൽക്കുമായിരുന്നല്ലോ ഇത്ര നേരം. ഫുഡടിക്കാൻ പറ്റുന്നില്ല. നല്ല എനിക്ക് താമസമാണ് റീജൻ ആവാൻ. അത് ഇവിടെ ഇതവിടുത്തൊരു സ്ഥലം. താഴേക്ക് വീണാ എമറാൾഡ്. എടാ ഫസ്റ്റ് മിസ് ഗൈസ്, എമറാൾഡ് ഫസ്റ്റ് ആദ്യമായിട്ട് എമറാൾഡ്. ടൈംപിക്ക് പോലും ഇല്ല ഇപ്പം. കോർഡിനേഷൻ നോട്ട് കിട്ടേക്കട്ടെ. ഫസ്റ്റ് ടൈം. എന്താ ലക്ക്. പക്ഷേ മൈൻക്രാഫ്റ്റിൽ ഏറ്റവും കൂടുതൽ റെയറായിട്ടുള്ളത് കോബിൾഡ് ഡീപ് സ്ലൈറ്റ് ഇല്ല, ഡീപ് സ്ലൈറ്റിൻ്റെ എമറാൾഡോറാണ്. അത് ഏറ്റവും കൂടുതൽ റെയറായിട്ടുള്ളത്. സ്റ്റിക്കും ഇല്ല, എല്ലാം തീർന്ന് നിൽക്കുക. ഒരു മരം പോരട്ടെ. വില്ലേജ് അപ്പം ഇറങ്ങിയതാ, അപ്പോൾ ഇതൊക്കെ കിട്ടി. വൺ ഓഫ് ദ റെയറസ്റ്റ് ഐറ്റം ഇൻ ദ മൈൻക്രാഫ്റ്റ്, ഒരു എമറാൾഡ്. അയ്യോ, പിന്നെ ബേസിൽ നിന്ന് വന്നിട്ട് അടുത്ത ദിവസം ലിങ്ക് ഇന്ന് തന്നെ എന്തുവാ ഈ എമറാൾഡ് മൈൻഡ് ചെയ്യാൻ വേണ്ടി സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഒക്കെ ഒരു പിക്കാക്സ് കിട്ടി. പൊട്ടട്ടെ. ഈ ഹെൽത്തൊന്നും റീജൻ ആവുന്നു. ഹെൽത്താണ് റീജനും ആവുന്നില്ല. ഇനിയിപ്പോൾ ഇത്രയും ദൂരം, ഈ അത്രയും ദൂരം തിരിച്ചടക്കണം. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ ചത്ത്. പിന്നെ ഗൈസ്, നമ്മൾ ഈ വില്ലേജ് തപ്പി നടക്കുന്ന ആ സമയം കൊണ്ട് എന്താ പറയുക, നൈറ്റായിരുന്നു. എന്നിട്ട് എങ്ങനെയൊക്കെയോ കടന്നു. കിടന്നിട്ട് അവിടുത്തെ ബെഡ് എടുത്തില്ല. അത് ഇച്ചിരി ഇഷ്യൂ ആണ്. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്. ഇപ്പം അവിടെ ചെന്നിട്ട് കോർഡിനേഷൻ നോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം തിരിച്ച് നടക്കണം അങ്ങോട്ടേക്ക്. ഗൈസ് ഞാൻ തിരിച്ച് ആ ബേസിൽ എത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. നമ്മളിങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഒരു ഇതുണ്ട്, എൻ്റെ നെതർ പോർട്ടൽ ഷാർപ്നെസ് 2 14 ഇത്. ഇപ്പോൾ രണ്ടാമത്തെ നെതർ പോർട്ടലാണ് ഗൈസ്. കുറച്ച് ഫ്ലിൻറ്റ് കിട്ടി, ഒരു ഇതും കിട്ടി. ഇവിടെ പിന്നെ എനിക്ക് പറ്റിയത് പിന്നെ രാത്രി ആകാറ്. എനിക്ക് വന്ന് വേറൊന്നുമില്ലെന്നാ. ഇത് എന്തോ ബഗ് അടിച്ചിട്ട് താഴെ കിടക്കുന്നു. സാധാരണ എങ്ങനെയായിരിക്കും. ശരി, ഇപ്പം തിരിഞ്ഞ ഇപ്പോൾ നമ്മുടെ ബേസപ്പിൽ പോകണം. കുറേ നേരം എടുത്ത് ഞാൻ ഇപ്പോൾ ഇത് തപ്പാൻ തുടങ്ങിയിട്ട് തന്നെ 1/2 മണിക്കൂർ
അടുപ്പിച്ച് ആകാറ്. എന്നിട്ട് കഷ്ടപ്പെട്ട് കിട്ടി. അയ്യോ മോൺസ്റ്റേഴ്സ്, എത്ര എണ്ണത്തെ കണ്ടെന്നുകൂടി അറിഞ്ഞൂടാ ഇതുകൊണ്ട് ഇടയ്ക്ക്. അതും പോരാട്ട് ദൈവമേ, തലവൻ ഡീസ്പോണായി. ക്രീപ്പർ, മറ്റേ റൈഡർമാരൊക്കെ വന്നിട്ടുണ്ടെന്ന്. പക്ഷെ എനിക്ക് കുറവാ ഹാർട്ട്. മറ്റേ ഇതിൻ്റെ ലീഡറും പോയി. എല്ലാം പോയി, ഡീസ്പോണായി. അയ്യോ, ക്രീപ്പർ എല്ലാം ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.